നമ്മുടെ പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മളിത് പ്ലാൻ ചെയ്യുക. കുറച്ച് പണം വരുന്നതിനെക്കുറിച്ചും ആലോചിക്കും. പക്ഷേ കുറച്ച് പണം വന്നു, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പോക്കറ്റിലെ പണം ചോർന്നു പോയി. അതല്ലേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അബ്സല്യൂട്ട്ലി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ പുറത്തുനിന്ന് വോട്ട് വന്നില്ല, അതൊരു വശം. പക്ഷേ LDFന്റെ എന്ന് കരുതിയ ഇത്രയും വോട്ട് വരാതിരുന്നത് എങ്ങനെയാണ്? അത് വരാതിരുന്ന് കഴിഞ്ഞിട്ടും ഉണ്ടായ നരറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് LDFന്റെ ഒക്കെ വോട്ടുകൾ തൂത്തുപുറക്കി വന്നിട്ടുണ്ട്, വലതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് വരാതിരുന്നത്. അങ്ങനെയല്ല, അവരെക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് വരാതിരുന്നത്. വന്ന വോട്ടുകളിൽ പോളിംഗ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഇത്ര വോട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്രയും 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ നേർവിപരീതമായിട്ട് മാറുന്നു. വെച്ചാൽ ഉറച്ചിപ്പുറത്ത് വോട്ട് ചെയ്യുമെന്ന് കരുതിയ ഒരു നല്ല സംഖ്യ ആളുകൾ, ഒരു 50,000-ൽ പരം വോട്ടുകൾ മറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പുറത്തേക്ക്. കയ്യിൽ ഇത്രയും ഉണ്ടല്ലോ, ഇനി കുറച്ചുകൂടി വന്നേച്ചാൽ മതി എന്ന്. പക്ഷെ കയ്യിലുള്ളത് ചോർന്നു. അപ്പോൾ ഈ കയ്യിലുള്ളത് ചോർന്നു പോയി എന്ന് പറയുന്നത് ഒരു വലിയ ഗുരുതരമായ പ്രശ്നമല്ലേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം? അതായത് ഒന്നുകിൽ ഇടതുപക്ഷത്തിലുള്ളവർ തന്നെ മാറി ചെയ്യുന്നു, അവർ ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷം ശരിക്കും കണ്ണു തുറന്ന് കാണേണ്ട ഒരു ഗുരുതരമായ പ്രശ്നം അവിടെ ഇല്ലേ? അതെ അതെ, അതാണ് അതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം. ഇടതുപക്ഷത്തിന് 69 ശേഷം കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ വോട്ടാണത്. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധന നടക്കും. ആ പരിശോധന മുകളിൽ നിന്ന് നടത്താൻ പറ്റുന്നൊരു കാര്യമല്ല കേട്ടോ. താഴെത്തട്ടിൽ അവിടെ അറിയാൻ പറ്റുള്ളൂ. കൃത്യം ഒന്ന് അറിഞ്ഞുകൂടെങ്കിൽ ആരൊക്കെ വോട്ട് ചെയ്യാൻ വരാതിരുന്നത്, അതിൽ നമ്മുടെ ആൾക്കാർ എത്രയുണ്ട്, ഏത് വിഭാഗത്തിൽ പെട്ടവരാണ്, ഏതാണ്ട് അത് തന്നെയായിരിക്കും വോട്ട് ചെയ്തിട്ടും മറിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൂത്ത് തലത്തിൽ ഇത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ബേസ് എവിടെയാണ്? ഇടതുപക്ഷത്തെ 80% വോട്ടും താഴെത്തട്ടിലുള്ള 50% നിന്നാണ്. 20% അതിൻ്റെ മുകളിൽ വരത്തുള്ളൂ. അത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്നുള്ള പിന്തുണയിലാണ് ചോർച്ചയുണ്ടായിട്ടുള്ളത്. പാവങ്ങൾ കിട്ടിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇടതുപക്ഷം കൊടുത്തിട്ടുള്ളതാണ്. 1,600 രൂപ പെൻഷൻ നൽകുന്നതിൽ UDFന്റെ സംഭാവന 100 രൂപ മാത്രമാണ്, ബാക്കി മുഴുവൻ LDFൻ്റെതാണ്. അത് ആളുകൾ ഓർമ്മ വളരെ പരിമിതമാണ്. തൊട്ട് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ. അതിക്ക് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക വളരെ പ്രയാസമാണ്. ദാറ്റ് ഇസ് യൂണിവേഴ്സൽ. അതാ ഇലക്ഷന് തൊട്ട് മുന്നേ പോയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നത്. കാരണം ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കത്തില്ല. തൊട്ട് മുമ്പ് നടക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്.